ഹേ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ കുറേ നാളായാലേ ഒന്ന് ഫേസ് ടു ഫേസ് ഒക്കെ ഒന്ന് സംസാരിക്കുന്ന വീഡിയോ തീരെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ മര്യാദയ്ക്ക് റെഗുലറായിട്ട് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത് പോലും. അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കണം. പിന്നെ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചു, നമ്മുടെ ഇപ്പോഴത്തെ ശീലങ്ങൾ, പിന്നെ ഏട്ടൻ വരുന്നത്, നമ്മൾ ട്രിപ്പ് പോകുന്നത്, നമ്മുടെ ലിറ്റിൽ ചെറിയ ചെറിയ എൻജോയ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു. അപ്പോൾ അതൊക്കെ ഓൾറെഡി എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു. എൻ്റെ മനസ്സ് ശരിയാകുമ്പോഴേ എനിക്കത് എഡിഷൻ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ ഞാൻ ഓക്കെ ആയി വരുന്ന ഒരു ടൈം ആയതുകൊണ്ട് ഞാനത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. കുറച്ച് ഡിസ്റ്റൻറ്റഡ് ആണ്. ഏട്ടൻ 24-ാം തീയതി തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഏട്ടന് 6 മാസം കൂടുമ്പോഴേ ലീവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഏട്ടൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പയ്യനെ പറയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ചാറ്റിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് പേര് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരാൾക്ക് പൊഴിഞ്ഞു ആൻസർ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം വേറൊരാൾ പിന്നെ അത് ചോദിക്കുമ്പോൾ നമുക്ക് പിന്നെ ഓരോരുത്തർക്കും ഓരോ മെസ്സേജ് അയക്കാൻ പറ്റില്ല. കാരണം ഏട്ടൻ പോയ സമയത്ത് ഞാനിങ്ങനെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ടിക്കറ്റും പിന്നെ ഇങ്ങനെ ഹാപ്പി ജോൺ എന്നൊക്കെ പറഞ്ഞ ഫ്ലൈറ്റിൻ്റെ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ചു എവിടെ പോകണം. കൂടുതൽ ആൾക്കാർക്കും അറിയേണ്ടതെന്ന് വെച്ചിട്ട് ഏട്ടൻ ഇങ്ങനെ 3 മാസമൊക്കെ ബാംഗ്ലൂരൊക്കെ നിന്ന് പണിയാൻ പോയില്ലേ. എന്നിട്ട് ഏട്ടൻ തിരിച്ചു വരില്ല. ആ ഒരു സൈറ്റിൻ്റെ ആ ഒരു മാസത്തെ എത്രയും മാസം കോൺട്രാക്ട് തീർന്നുമ്പോൾ തിരിച്ചു വരും. അപ്പോൾ അങ്ങനത്തെ ജോലിക്കാണ് പോയെന്നുള്ളൊരു തിങ്കിങ് ആയിരുന്നു എല്ലാവർക്കും. അപ്പം ഏട്ടൻ പിന്നെയും തിരിച്ചു പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവരും പറയുന്നത് അയ്യോ പോയോ, അപ്പം അവിടെ നിന്ന് അങ്ങനെ കഴിഞ്ഞിട്ട് വന്നതല്ലായിരുന്നോ, ഇങ്ങനെയായിരുന്നു എല്ലാവരും ചോദിച്ചുകൊണ്ട്. നമ്മുടെ നാട്ടുകാരാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു വിചാരിച്ചത്. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. അതേപോലെ ഏട്ടൻ ക്വാളിഫിക്കേഷൻ വേണ്ട എന്തായിരുന്നു ജോലി എന്നുള്ളതൊന്നും നമ്മളങ്ങനെ യൂട്യൂബിലാണെങ്കിൽ റിവ്യൂ ചെയ്തിട്ടില്ല. ഞാൻ ആരോടും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്നവരോട് പറയാറുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഏട്ടൻ്റെ കാര്യത്തിൽ തന്നെ തുടങ്ങാം. കാരണം അവിടെ വെച്ചാണ് നമ്മൾ വീഡിയോസ് അവസാനിപ്പിച്ചത്. കാരണം ഏട്ടൻ പോയെടുത്തു എന്നല്ലേ. അപ്പോൾ ഏട്ടന് ആൻഡമാനിലാണ് വർക്ക്. ആൻഡമാൻ നിക്കോബാറിൽ ഷിപ്പ് യാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. പ്ലോട്ട് ബ്ലായറോ അങ്ങനെ പറഞ്ഞിട്ട് സ്ഥലമാണ് കേട്ടോ. കറക്റ്റാണോ എനിക്ക് അറിയാം, സോറി. അപ്പോൾ അവിടെയാണ് പോയത്. അപ്പോൾ അവിടെ ഏട്ടൻ ഇലക്ട്രിക്കലിലാണ് കയറിയിട്ടുള്ളത്. മെക്കാനിക്കലും ചെയ്യും. എല്ലാം അറിയാവുന്നൊരു സകലകല വല്ലഭനാണ് എൻ്റെ ഏട്ടൻ. അപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എല്ലാ പണി അറിയാവുന്നവന്മാർക്കൊക്കെ ഒരു പണി നാട്ടിലില്ലാതെ എന്ന് പറയുന്നത് സത്യമാണ്. കാരണം ചേട്ടനെ ഹെവി വാഹനങ്ങൾ ഓടിക്കാൻ അറിയാം, ബസ് ലോറി കാര്യങ്ങളൊക്കെ ഓടിക്കാൻ അറിയാം. പക്ഷേ എന്ത് ചെയ്യാനാണ് ഗൈസ്, ഒരെണ്ണത്തിൽ തന്നെ തറച്ച് നിൽക്കത്തില്ല അങ്ങനെയുള്ളവർ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ പഠിച്ചിട്ടുള്ള കോഴ്സിൻ്റെ ആണ് കേട്ടോ. ഏട്ടൻ മറൈൻ മെക്കാനിക്കലാണ്. ITI കഴിഞ്ഞിട്ട് എന്തൊക്കെയോ പഠിക്കാനാണ് ആളത്ത് പോയിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടോ കേട്ടോ. കാക്കനാടോ അവിടെയൊക്കെ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഇവർ ഷിപ്പ് യാർഡിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പ്രണയിക്കുന്ന ടൈമിൽ ഏട്ടൻ മംഗലാപുരം ഷിപ്പ് യാർഡിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഞങ്ങൾ ബ്രേക്കപ്പ് ടൈമിലാണ് ഏട്ടൻ ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ചോദിച്ചിട്ടുമില്ല. ചോദിക്കാൻ വെച്ചാൽ എനിക്കറിയില്ലായിരുന്നു ഏട്ടൻ അങ്ങനെ അവിടുന്ന് വിട്ട് വന്നതാണെന്ന് അങ്ങനെയൊന്നും എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ ലീവ് ടൈം ആ ചേട്ടൻ്റെ അവിടെ നിന്നിട്ടുള്ള ഒരു ലീവിൻ്റെ ടൈമിലായിരുന്നു ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായത്. അപ്പോൾ അതാണ് പുള്ളിക്ക് അവിടെ ജോലിയാണെന്ന് അറിയാവുന്നല്ലാണ്ട് അതിനെപ്പറ്റി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ഒരു 8ാം ക്ലാസ്സും ബുദ്ധിയുള്ളൊരു കുട്ടിക്ക് പറ്റില്ലായിരുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ കഴിഞ്ഞ ടൈമിലാണ് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാവുന്നത്. അപ്പോൾ അത്രയും ചകഞ്ഞ് ഞാൻ ചിന്തിക്കാൻ പോയിട്ടില്ല. പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ, വിളിക്കുക, കോൾ ചെയ്യുക, കാണുക, സംസാരിക്കുക. അപ്പോൾ പക്ഷേ ഞങ്ങൾ അങ്ങനെ അല്ലാതെ ഞങ്ങളുടെ 3 വർഷത്തോളം കോൾസ് തന്നെയായിരുന്നു. നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. കല്യാണത്തിന് ഒരു വട്ടം കണ്ടതെന്നല്ലാതെ ഞങ്ങൾ പിന്നെ കണ്ടിട്ടൊന്നുമില്ല. ഞങ്ങൾ കൂടുതലും അടുത്തത് ഫോണിൽ കൂടെ ആയിരുന്നു, അകന്നതും ഫോണിൽ കൂടെ ആയിരുന്നു. കാരണം 3-4 വട്ടം ബ്രേക്കപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഏട്ടൻ ജോലി വിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നാട്ടിൽ തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞ് ചങ്കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പം ഏട്ടൻ പുറത്ത് പോയി ജോലി ചെയ്യുന്ന ഇഷ്ടമല്ല. ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ തന്നെ പോകും. കാരണം നോർമലി ഒരു ടോക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രേമിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഞാൻ വായോ എന്ന് എപ്പോഴും വിളിച്ചിട്ടാണ് അവൻ അവിടുത്തെ ജോലി കളഞ്ഞിട്ട് വന്നതെന്നുള്ളൊരു ടോക്ക് ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ ടൈമിൽ അതാരാന്നൊന്നും ഞാൻ പറയുന്നതിൽ ഉണ്ടായിരുന്നു. അപ്പം അതങ്ങനെ അല്ലായിരുന്നു. ഞങ്ങൾ ബ്രേക്കപ്പ് ആയ ടൈമിലാണ് ഏട്ടൻ അവിടെ വിട്ട് വരുന്നത്. അപ്പോൾ ഞാനുമായിട്ട് ഒരു ബന്ധവും സത്യം പറഞ്ഞാൽ ഇതിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഏട്ടൻ പോയ വീഡിയോയ്ക്ക് അത് ഞങ്ങളുടെ പ്രണയത്തിന് വേണ്ടി വേണ്ടെന്ന് വെച്ച് സ്വപ്നം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ആ ആൾക്കാരത് പറഞ്ഞത് വെച്ചിട്ട് ഞാൻ ചുമ്മാ തമ്മിൽ കയറ്റിയതാണ് കേട്ടോ. അങ്ങനെയൊന്നുമില്ല. ഇനി ഏട്ടൻ്റെ മനസ്സ് അങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ അറിവിൽ അതില്ല. ഏട്ടനോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല. നിനക്ക് വേണ്ടി ഞാൻ അത് കളഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അത് തെറ്റായ ധാരണയാണ്. മേ ബി ഞങ്ങളുടെ ബ്രേക്കപ്പിൻ്റെ ആ ഒരു ചിലപ്പോൾ ഒരു സങ്കടം കാര്യങ്ങളൊക്കെ നിന്ന സമയത്ത് നാട്ടിൽ വരണം തോന്നി അങ്ങനെ വല്ല വന്നിട്ട് പിന്നെ തിരിച്ച് പോകാതിരുന്നതാവാം. അതെനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ചോദിച്ചിട്ടുമില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഡയറക്റ്റ് ഞാനല്ല കാരണം. ഇൻഡയറക്റ്റ്ലി ഏതെങ്കിലും വള്ളിക്കെട്ടിലൂടെ ഞാൻ അതിനകത്തൊരു ചെറിയ കുഞ്ഞ് റീസൺ വല്ല ആണെങ്കിൽ സോറി ഏട്ടാ. അപ്പം ഏട്ടന് അപ്പോൾ അങ്ങനെ പിന്നെ കുഞ്ഞാവൻ, അതായത് ചങ്കരൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഏട്ടന് പോകാൻ ഇഷ്ടമില്ല, എന്നിട്ട് പോകാഞ്ഞതാണ്. ഇപ്പോൾ എന്താണ് പോയത്, ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനല്ലേ വന്നിട്ടുള്ളതെന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വളർത്തണമെങ്കിൽ ഞങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം. അന്നന്ന് കൊണ്ടുവരുന്ന പൈസയ്ക്ക് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടൻ എനിക്കൊരു ചിട്ടിക്കോ ഒരു വട്ടിക്കോ ഒന്നും എന്നെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് അടയ്ക്കാനില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം പണിയില്ല, ഒരു ദിവസം മഴയാണെങ്കിൽ നമ്മൾ ഇന്ന് എവിടെ നിർത്തിയിട്ട് അടയ്ക്കും. അങ്ങനെയുള്ളതുകൊണ്ട് ഒരു രീതിയിലുള്ള കണക്ക് അങ്ങനെ ഒരു അപ്പം കൊണ്ടിരുന്ന അങ്ങനെ ജീവിക്കുക, ഒരു ടെൻഷനും ഇല്ല. നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കുക. നമ്മൾ ഫ്യൂച്ചറിനെ പറ്റിയോ അല്ലെങ്കിൽ പാസ്റ്റിനെ പറ്റിയോ ചിന്തിക്കാത്ത ഒരാളാണ് കേട്ടോ സത്യം പറഞ്ഞ ഏട്ടൻ. പക്ഷെ
കുഞ്ഞുവാവയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റിയൊക്കെ ചിന്ത തുടങ്ങി. അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ മേടിച്ചു കൊടുക്കണം, അവരെ നല്ലതാക്കണം എന്നുള്ള രീതിയിലൊക്കെ ചിന്തകൾ തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഏട്ടൻ ഈ ജോലിക്ക് പോയതും. പിന്നെ ഇപ്രാവശ്യം 6 മന്ത് കൂടുമ്പോഴേ വരാൻ പറ്റത്തുള്ളൂ കേട്ടോ. അവിടെ ഇലക്ട്രിക്കലാണ് ചേട്ടൻ കയറിയിട്ടുള്ളത്, എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ നേരത്തെ വർക്ക് ചെയ്തവരൊക്കെ എറണാകുളം ഷിപ്പ്യാർഡിലും അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ചെന്നിട്ടുണ്ട്, ഹാപ്പിയാണ് ആൾ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതാണ് ഏട്ടൻ്റെ ബേസിക് കാര്യങ്ങൾ. അവിടെ വീടുണ്ട്, ഒരു 4-5 പേര് ഒരു റൂമിൽ. അപ്പോൾ അവിടെ ഫുഡിൻ്റെ മാത്രമേ ഉള്ളൂ, അക്കോമഡേഷൻ കാര്യങ്ങളെല്ലാം കമ്പനി തന്നെ എടുത്തു കൊടുക്കും. പിന്നെ ചങ്കരൻ ഗൈസ്, അപ്പോൾ നമ്മുടെ ചങ്കരൻ സ്കൂളിലായിട്ടുണ്ട്. LKG സ്റ്റുഡൻ്റ് ആണ് ചങ്കരൻ. അപ്പോൾ ചങ്കരനെ നമ്മുടെ അടുത്ത് തന്നെയാണ് സ്കൂളിലാണ് വിട്ടിട്ടുള്ളത്. പലരും ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താ വിട്ടേ, അവിടെ വിടാൻ പറ്റില്ലായിരുന്നു, ഗവൺമെൻറ് ഇവിടെ നമ്മുടെ അപ്പുറം തന്നെ ഞാൻ പഠിച്ച സ്കൂളുണ്ട് 12th വരെ ഉള്ളത്, അതുപോലെ അതിനപ്പുറത്തും വേറെ സ്കൂളുണ്ട് ഒക്കെ ഉണ്ട്. ഇവിടെ തന്നെ എന്താ വിട്ടേന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. കാരണം ഞാൻ മെയിനായിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് പറയുന്ന കാര്യമാണ്, ഞാൻ 5ാം ക്ലാസ്സിലാണ് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് നമ്മളിപ്പോൾ പറഞ്ഞ സർക്കാർ സ്കൂളിൽ ചേരുന്നത്, കുറിച്ച് സ്കൂളിൽ ചേരുന്നത്. പക്ഷേ 4 വരെ മലയാളം പഠിച്ചിട്ട് ഇംഗ്ലീഷ് മീഡിയം അന്നുകൊണ്ടാണ് എയും ബിയും ഡിവിഷൻസ് വെച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കയറുമ്പോൾ ഒരു തേങ്ങ എനിക്ക് അറിഞ്ഞൂടെ ഇംഗ്ലീഷ്. അപ്പോൾ അതേസമയം 5ാം ക്ലാസ്സിൽ പുതിയ കുട്ടികൾ നമ്മുടെ സ്കൂളിലോട്ട് വന്നിട്ടുള്ള പിള്ളേരെന്ന് പറയുന്നത് ചങ്ങൻ ഇപ്പോൾ പഠിക്കുന്ന മന്നം സ്മാരക വിദ്യാപീഠത്തിലെ കുട്ടികളാണ്. പക്ഷേ ഇന്നെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ഒരുപാട് കുറവാണ് അവിടെ. അപ്പോൾ അതുകൊണ്ടിട്ട് മാത്രമാണ് അവിടെ ഇപ്പോൾ ഒരു ഇതിനകത്ത് ഞങ്ങളൊക്കെ പണ്ട് കുതിച്ചിട്ടുണ്ട്. അവിടെ ആനിവേഴ്സറി, അവിടുത്തെ കളിക്കുന്ന സാധനങ്ങൾ, ഇങ്ങനെ തെന്നി ഇരുന്ന സാധനങ്ങൾ, ഊഞ്ഞാൽ, അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കൊതിയായിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ ആകുമ്പോൾ ഒരു ഫെസിലിറ്റീസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്ന് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു LKG UKG വിടണം, അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. നേരെ അംഗൻവാടിയിൽ നിന്ന് നേരെ 1ാം ക്ലാസ്സിലേക്കായിരുന്നു. അപ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ കുട്ടികൾ നല്ല ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് എഴുതാം. അപ്പോൾ നല്ലപോലെ പഠിപ്പിക്കും, ഒന്നില്ലെങ്കിൽ പഠിപ്പിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് മതി. ഇപ്പോൾ അല്ല കുട്ടികൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത്, അവർക്ക് അറിയുന്ന പ്രായത്തിൽ അവർ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങണം എന്നുള്ളൊരു ഇതാണ് ഞാൻ. അപ്പം ഇവനെ ഇവിടുന്ന് മാറ്റിയാൽ ശ്രീനാരായണയിലായിരിക്കും ചേർക്കുക. അവിടെ ചേർക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. പിന്നെ കുഞ്ഞ് വണ്ടിയിൽ പോയിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് അത്രയും മനസ്സുറപ്പോടെ നമുക്ക് ഇവിടെ ഇരിക്കേണ്ടത്. ഇതാകുമ്പോൾ നമ്മളോട് വിടാണ്, എന്തെങ്കിലും നമുക്ക് കയറി ചെല്ലാവുന്നതേ ഉള്ളൂ എന്നുള്ള. അതുപോലെ അമ്മയുടെ മണ്ണാണ്, അപ്പോൾ അവിടെ വിട്ട് ആദ്യത്തെ അക്ഷരം പഠിക്കട്ടെ എന്ന് ഞാനും അങ്ങനെ കരുതി. അപ്പോൾ അവൻ നല്ലതായിട്ട് പഠിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ആൾ സെറ്റാണെന്ന് ഇരുന്ന് കിട്ടിയാൽ മതി, അത്രയും പാടേ ഉള്ളവനെ കൊണ്ട് വേറെ ഒരു വിഷയമില്ല. ഫ്രണ്ട്സും ഉണ്ട്, അവൻ്റെ അംഗൻവാടിയിലെ ഫ്രണ്ട്സ് 3-4 പേരുണ്ട്. അപ്പോൾ അവർ ഒരു ഗ്യാങ് സെറ്റ്, സൂപ്പർ, അവന് സെറ്റാണ്. പിന്നെ കുഞ്ഞാവയെ പറ്റി പിന്നെ പറയാനാ ഗൈസ്. ശങ്കരൻ്റെ ഒരു കലമെടുത്ത് കമത്തി, അതിൻ്റെ അപ്പുറവും ഇപ്പുറവും, അതാണ് ഇവർ തമ്മിൽ. കാരണം ശങ്കരനെ വെച്ച് കമ്പാരിറ്റീവ്ലിയാണ് നമ്മൾ ഇവളെ നോക്കുന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവളെല്ലാം അതിന് നേരെ ഓപ്പോസിറ്റാണ് ഗൈസ്. മരുന്ന് കൊടുത്താൽ ഛർദ്ദിക്കും, വായിക്കോട്ട ഇട്ടാൽ ഛർദ്ദിക്കും, പിന്നെ തുമ്മിയാൽ ഛർദ്ദിക്കും, ഇക്കളെടുത്താൽ ഛർദ്ദിക്കും, പാല് കുടിച്ചാൽ പിന്നെ അഫ്കോഴ്സ് ഛർദ്ദിച്ചിരിക്കും. ഇങ്ങനത്തെ ഒരു കുഞ്ഞാണിത്. കാരണം നമുക്കൊന്നും വിശ്വസിച്ച് കൊടുക്കാൻ പറ്റില്ല. അവൾ കുറച്ച് നേരം കിറങ്ങിയിരിക്കും, എന്നിട്ട് പെട്ടെന്ന് ഛർദ്ദിക്കും. മൂക്കിൽ കൂടെയൊക്കെ വരുമ്പോൾ നമുക്ക് വെപ്രാളാണ്, കാരണം കുട്ടിക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റാത്തതിൻ്റെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് ഞങ്ങൾ കുറേ നാൾ കടന്നിട്ടുണ്ട്. ഒരു 6 മാസം കഴിഞ്ഞ് ഒക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റിൽഡ് ആയെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇന്നും അവൾ മരുന്ന് കുടിച്ചാൽ ഛർദ്ദിക്കും. അതൊന്നും പൂർണ്ണമായിട്ട് മാറിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. 6 മാസം വരെ നോക്കണം എന്നുള്ള ഇതിലാണ് കൂടുതൽ ഞാൻ അവരോരുത്തർ പറഞ്ഞു കേട്ടു. അപ്പോൾ അങ്ങനെ നോക്കുമായിരുന്നു. പക്ഷെ എന്നാലും അവൾ ശ്രദ്ധിക്കും. അവൾക്ക് എനിക്കൊന്നു ഡൈജഷൻ്റെ എന്തെങ്കിലും ഒരു വ്യതിയാനം ഉണ്ടാവും അവൾക്കെന്ന് എനിക്കും തോന്നുന്നുണ്ട്. കുറച്ചും കൂടെ ആവട്ടെ, ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും മരുന്നെങ്കിലും കുടിക്കാന്നുള്ള ആശ്വാസം. ഇപ്പോഴും പനി വരുമ്പോൾ ചങ്ങനകത്ത് എടുത്തിരിക്കുകയാണ്. ശങ്കരനും വന്നപ്പോൾ നമുക്ക് തീയാണ്. അപ്പോൾ 2 പേർക്കും കൂടെ ആകുമ്പോഴത്തേക്ക് പിന്നെ പറയണോ ഗൈസ്, ഒരാളെ പൊതിഞ്ഞ് കൊണ്ട് നടക്കുന്നത് എനിക്കറിയത്തുള്ളൂ ഗൈസ്. പ്രാർത്ഥിച്ച് നേർച്ച നേർന്നൊക്കെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് കുഞ്ഞിപ്പാറു നട വീട്ടിൽ വിളിക്കുന്നത്, അതാണ് അങ്ങനെ തന്നെ പറയുന്നത്. അപ്പോൾ ശരിക്കുള്ള പേര് ശിവാത്മികയാണ്. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, 28-ന് വന്നവർ പോലും ചോദിക്കുന്നത് എന്താണ് പേര്. ശിവാത്മിക, അതാണ് പേര്. അപ്പോൾ നമ്മൾ ശങ്കരൻ്റെ പേര് വെച്ച് റിലേറ്റഡ് ആയിട്ടാണ് കേട്ടോ പേരിട്ടത്. പേരിട്ടപ്പം കുട്ടി ഇടണം എന്നായിരുന്നു. അപ്പം ഡെലിവറി സ്റ്റോറിയിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് അതിനെപ്പറ്റി പറയാം. അപ്പോൾ അത് പറ്റിയില്ല. പിന്നെ എനിക്ക് ആകെയുള്ളൊരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ ശിവനെ റിലേറ്റഡ് ചെയ്തിടണമെന്നുള്ളായിരുന്നു. കാരണം ശങ്കറിൻ്റെ പേര് അതായിരുന്നു. പിന്നെ അവന് നമ്മൾ ആധാർ കാർഡിൽ പേര് ഇടണമെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേരിടണം. അവനന്ന് പേരുണ്ടായിരുന്നില്ല, ബേബി ഓഫ് ആർത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ പേരിട്ടപ്പോൾ ഞാൻ ചങ്ങനോട് എടുത്ത് വെച്ചിട്ടുണ്ട്, ചങ്ങന എനിക്ക് ഈ പേര് മതിയോ, കാരണം അവന് കുറച്ച് ഫാഷനബിളാണിപ്പോൾ. അവന് മുടി സ്പൈക്ക് ചെയ്യണം, ബെൽറ്റ് ഇട്ടിട്ട് ഫ്രണ്ട് ഇൻസേർട്ട് ചെയ്യണം, അങ്ങനെ ഭയങ്കര കോൺഷ്യസ് ആണ് അവൻ. എന്നുവെച്ചാൽ അവൻ്റെ ഡ്രസ്സിങ്, അവൻ്റെ ഒരുക്കം കാര്യങ്ങൾ, മുഖത്തൊന്നുമില്ല, പക്ഷെ അവൻ്റെ മുടി, അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളും, അവൻ്റെ ഷൂ, ഇതൊക്കെ ഭയങ്കര പക്കയാണ്. അത് ഞാനുമല്ല വിശാരണമല്ല, ഞങ്ങൾ ഫുൾ അലമ്പാണ്. ഞങ്ങളിത് വലിച്ച് വരി കുത്തിയാലും ഞങ്ങൾക്ക് അത്രയും സുഖം. പക്ഷെ അവൻ അങ്ങനെയല്ല ഗൈസ്, അതിൻ്റെ കാര്യത്തിൽ ഭയങ്കര പക്കയാണ് കേട്ടോ. ആൾ വെയിലുള്ള ഒക്കെ ഉള്ളാതിരിക്കാൻ ആൾക്ക് തൊപ്പി വേണം, അങ്ങനെയുള്ള ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് ശങ്കരൻ. അപ്പോൾ അവൻ പിന്നെ നാളെ പറയരുത് എന്താ എനിക്ക് ഈ പേരിട്ടേ, പക്ഷെ എല്ലാവർക്കും ഈ പേര് ഇഷ്ടമാണ്. ആദിശങ്കരൻ എന്ന് പറയുന്ന എൻ്റെ ചങ്കുട്ടിയുടെ പേര് എല്ലാവർക്കും ഇഷ്ടമാണെന്നുള്ളതാണ്. ഇവൻ ഈ പേരിട്ടേ പിന്നെ ഒരുപാട് പേര് ഇവനെ കണക്ട് ചെയ്ത് ഞങ്ങളുടെ ഏട്ടൻ്റെ നാട്ടിൽ കുറേ പേരൊക്കെ പേര് കുഞ്ഞുങ്ങൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് അപ്പോൾ ജനിച്ചിട്ടുണ്ടായിരുന്നു.
പഴയ പേരിനോട് ആൾക്കാർക്ക് ഇഷ്ടം തോന്നിയൊരു ട്രെൻഡായിരുന്നു ചങ്കന പേരിട്ടപ്പോൾ. അപ്പോൾ അത് നമ്മൾ ഓക്കെയാണ്. അപ്പോൾ അതിൽ റിലേറ്റ് ചെയ്ത് ഇടണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ശിവൻ്റെ തന്നെ ഒരു ഇതിട്ട് ശിവാത്മികയുടെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ സോൾ ഓഫ് ശിവ, അതായത് പാർവതി ഒരു ഭർത്താവിൻ്റെ ആത്മാവാരാണ്, ഭാര്യയല്ലേ. അപ്പോൾ അങ്ങനെ അതാണ് അർത്ഥം, മീനിങ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇട്ട പേരിനകത്ത് ശിവൻ്റെ ആയുധം എന്നുള്ളൊരു അർത്ഥം വരുന്നൊരു പേരായിരുന്നു. അത് ഞാൻ ഡെലിവറി സ്റ്റോറിൽ നമുക്ക് പറയാം കേട്ടോ, എല്ലാം കൂടെ ഒന്നിച്ച് വരണം, അങ്ങനെ സഹിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നോർമലി എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ അത് നിങ്ങളെയും കൂടെ അറിയിച്ചേക്കാം. കുറേ നാളായില്ലേ നമ്മൾ മര്യാദയ്ക്കൊന്നൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലായിട്ടും ഇതൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ച് ഞാനൊരു ചിറ്റാറ്റിങ് വീഡിയോ പോലെ ചെയ്തത്. പിന്നെ ഇനിയും എല്ലാം ഉണ്ട് ഗൈസ്. നിങ്ങൾ പുറകിൽ അഴ കണ്ട് കുറേ നേരമായിട്ട് നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. മഴയാണ് ഗൈസ്, എൻ്റെ ചുറ്റും തുണിയാണ്. പിള്ളേരുള്ള വീടാണ്. നമുക്ക് കുഞ്ഞിപ്പാറിന് പാൻറ്റ് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വലിച്ചാൽ ഓരോന്ന് വന്നിട്ട് എൻ്റെ തലയിലോട്ട് വീടും ഗൈസ്. കാരണം അപ്പുറം അവൾ ഉറങ്ങുന്നുണ്ട്, ആ റൂമിൽ വെച്ച് വീടെടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാനിപ്പുറം വന്നിട്ട്, അതായത് നമ്മൾ ഡാൻസൊക്കെ ചെയ്യുന്ന ഇടാറുള്ള ഒരു റൂമിൽ വന്നിട്ടാണ് പരിപാടീസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫിൽ ഏട്ടനെ കണ്ടില്ലല്ലോ എന്ന് നമ്മുടെ ഒരു കൂട്ടുകാരി ചോദിച്ചു. അപ്പം നമ്മൾ ഏട്ടൻ പോയായിരുന്നു. 24-ാം തീയതി ഏട്ടൻ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 6 മാസം കഴിയുമ്പോഴേ വരത്തുള്ളൂ. ഇപ്പോൾ സെപ്റ്റംബറിൽ ആക്ച്വലി വരാമെന്ന് വെച്ചാൽ ഓണത്തിന്, കുഞ്ഞിപ്പാറിൻ്റെ ആദ്യത്തെ ഓണമല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഏട്ടനും അല്ലാതെ മിസ് ചെയ്യുന്നു, ഡേറ്റ് അടുക്കുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷയം ഞങ്ങൾക്ക് രണ്ടുപേർക്കുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഇത്രയും ലൈഫിൽ ഇന്നേ വരെ അത്രയും നാൾ പിരിഞ്ഞിരുന്നിട്ടില്ല, ഞങ്ങൾ ഒന്നിച്ചതിൽ പിന്നെ. അതായത് ഒരു 3 years ആ ഒരു ഫോൺ കോൾ അല്ലാതെ പിന്നെ നമ്മൾ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ അത്രയും മാസമൊന്നും കാണാതിരുന്നിട്ടില്ല. ഇപ്പം നഴ്സിങ്ങിന് പോയപ്പോഴാണെങ്കിൽ പോലും കാണാതിരുന്നില്ല. കാരണം എനിക്ക് എപ്പോഴും വയ്യാഴിക വന്ന് ഞാൻ നാട്ടിൽ വരുമായിരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ട്. പിന്നെ കാണുമായിരുന്നു നമ്മൾ, അല്ലെങ്കിൽ ഏട്ടനും അമ്മ അങ്ങോട്ട് വരുമായിരുന്നു എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളങ്ങനെ മിസ് ചെയ്തിരുന്നിട്ടില്ല. അപ്പോൾ ഏട്ടനും എനിക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. പിന്നെ ഞാനിവിടെ നിന്ന് പറഞ്ഞാൽ ഇവിടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് കൂടെ എൻഗേജ്ഡ് ആവും. പക്ഷേ ഏട്ടൻ ആ ചെന്ന സമയത്തൊന്നും വലിയ പണികളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അപ്പം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഏട്ടന് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം പുള്ളി വലിയതായിട്ട് വർക്കിൽ എൻഗേജ്ഡ് അല്ല. പിന്നെ റൂമിൽ വരുമ്പോൾ എനിക്ക് രാവിലെ തൊട്ട് അടുത്ത ദിവസം രാവിലെ ആയാലും എനിക്ക് റെസ്റ്റ് ഇല്ല. നമ്മൾ ഫുള്ളി എൻഗേജ്ഡ് ആണ്. കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആണ് ഞാൻ. അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ സത്യം പറഞ്ഞാൽ എന്നോട് പോലും മര്യാദയ്ക്ക് സംസാരിക്കത്തില്ല. അങ്ങനെ അവർ ഓക്കെ ആണെങ്കിൽ ഞാനും ഏട്ടനും ഹാപ്പി. ഞങ്ങൾ നല്ലപോലെ ഫോണൊക്കെ വിളിച്ച് സംസാരിക്കും. ഞാൻ അങ്ങോട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കുറേ നാളായിട്ട്. നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് പിന്നെ പക്കയായിട്ട് എനിക്ക് അങ്ങോട്ട് വീഡിയോസ് ഇടാൻ പറ്റില്ല. ആ ഒരു ടൈമിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് ലിമിറ്റ്സ് ആണ്. അതായത് വീഡിയോയുടെ ടൈം ലിമിറ്റ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചുരുക്കുന്നത് കേട്ടോ. പിന്നെ എന്താ ഗൈസ് പറയാനുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും ആരോഗ്യം ഒക്കെ ഓക്കെ ആണോ? പിന്നെന്താണ് ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ. ഇനി പ്രത്യേകിച്ച് എന്താ പറയാമെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 3-3.5 വർഷമായി. കാരണം ചങ്കൻ്റെ 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോസ് നമ്മുടെ ചാനൽ ഇട്ട് റെഗുലർ അല്ല, വീഡിയോസ് ജസ്റ്റ് ഒന്ന് ഇട്ട് തുടങ്ങുന്നത് കേട്ടോ. അപ്പം 3 വർഷം 6 മാസം പിന്നെ ചകഞ്ഞിരുന്നു ഞാൻ. 3 വർഷമായി ഗൈസ് ലോഗൊക്കെ ഇട്ടിട്ട് ഇതുവരെ കയറിയിട്ടില്ല. അതിന് ഞാൻ ഉത്തരവാദിയാണ്. കാരണം റെഗുലർ വീഡിയോസ് ഇട്ടാലേ വല്ല തേങ്ങയും കിട്ടത്തുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ നോക്കാറുണ്ട് ഗൈസ്. പക്ഷേ കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ നമ്മളങ്ങ് ഡൗൺ ആയി പോകും ഗൈസ്. എന്നോട് പറ്റില്ല. ഒരാളല്ല, ഇപ്പോൾ 2 പേരാണ്. പിന്നെ എന്താ പറയുക, അയ്യോ പിന്നെ പറയാനുള്ളൊരു മെയിൻ കാര്യം മറന്നുപോയി. നമ്മുടെ ചങ്കരൻ്റെയും കുഞ്ഞിപ്പാറും 2 പേരിൽ കുഞ്ഞിപ്പാറ് വന്നപ്പോൾ നമ്മുടെ ശങ്കരൻ എങ്ങനെയാണ്, അയ്യോ ഇത് ഞാൻ അതാണ് ഓർത്തുന്നത്, എന്തോ പറയാൻ വിട്ടുപോയി. അവിടെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, അവൻ ഓക്കെ ആണോ, അവന് കുശുമുണ്ടോ, അവന് ഉപദ്രവിക്കുമോ, ഇതൊക്കെയാണ് കൈസ് എല്ലാവരും ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്തിനാണ് ഉപദ്രവിക്കുന്നത്, അവന് എന്തൊരു സന്തോഷമാണെന്ന് പറയും കുഞ്ഞിപ്പാറു. പിന്നെ ചില നേരത്ത് അവന് നേരത്ത് പറയും അമ്മ എൻ്റെ അമ്മയല്ലോ കുഞ്ഞിപ്പാറുവിൻ്റെ അമ്മേനെ. അത് ഞാനുമായിട്ട് വഴക്കിടുമ്പോൾ കേട്ടോ, അവളുമായിട്ടൊരു പ്രശ്നമില്ല. ഞാനുമായിട്ട് വഴക്കിടുമ്പോഴത്തേക്കും അവനങ്ങനെ പറയും അമ്മയല്ലല്ലോ എൻ്റെ അമ്മ ശാലിനി അമ്മയാണ്, അമ്മ കുഞ്ഞിപ്പാറിൻ്റെ അമ്മയല്ലേ എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ അത് ചില നേരത്തെ അവന് കൂടുതലവൻ പറയുന്നത് കേട്ടോ, അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല. അവന് വലിയ ഇഷ്ടമാണ്. നമ്മൾ കിടക്കുന്ന ടൈമിലൊക്കെ പുള്ളിക്ക് കളിപ്പിക്കാനൊക്കെ ഇച്ചിരി മടിയാണ്. ജനിച്ച സമയത്തൊക്കെ ആയിരുന്നു. പിന്നെ അവൻ്റെ കയ്യിൽ കുറേ നാളായില്ലേ എനിക്ക് കിട്ടിയിട്ട് അവന് അതിനോടുള്ളൊരു ഇഷ്ടം മാറി. അവൻ പിന്നെ കളിക്കുന്ന സെറ്റുകൾ വരുമ്പോൾ അവനപ്പുറം കളിക്കാൻ കൂട്ടുകാരൊക്കെ ഉണ്ട്. ഓബ്വിയസ്ലി നമ്മുടെ ചക്കി അവനാണ് അവളുടെ അവനോട് ബെസ്റ്റ് ഫ്രണ്ട്സ്. സോ അങ്ങോട്ട് അതായത് ആരാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ അവൻ പറയും അവൻ്റെ കൂട്ടുകാരിനെയാണ് അവന് ഇഷ്ടം എന്ന് പറയുള്ളായിരുന്നു. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞു ഇച്ചിരി ഇരുന്നൊക്കെ വരുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അവൻ ഇരുന്ന് കളിക്കാൻ ആളുണ്ട്. വലിയ ഇഷ്ടമാണ് ഗൈസ്. ആ മുടി രണ്ടും കൂടെ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചും കൂടെ അടുപ്പിച്ചിട്ട് കുഞ്ഞിപ്പാറുവിൻ്റെ കടി കാണുന്നത് മൂക്കൊക്കെ പിടിച്ച് കടിച്ച് പറിച്ച് പല്ലില്ലാത്താണ്ട് ചങ്കോട്ടൻ പറയും അമ്മ നല്ല സുഖം അമ്മേ. ഞാൻ പറഞ്ഞു മോനെ കിരികിരാന്നൊക്കെ വരുന്നുണ്ട് പല്ല്, അവിടെ നിന്ന് ഇങ്ങനെ വെള്ള കളറൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരാറായിട്ടുണ്ട്, നീ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് ഇപ്പോൾ ഇത്രയും ഹാപ്പിനെസ്സിൽ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കൂടപ്പറപ്പില്ലാത്തതാണ് ഗൈസ്. എനിക്കറിയില്ല ഇങ്ങനെയാണ് ഒരു കൂടപ്പറപ്പുകളുണ്ടെങ്കിലുള്ള ഒരു ബോണ്ടിങ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എനിക്കിതൊക്കെ പുതിയ അപ്പം നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്ന റെഗുലറല്ലേ, കുട്ടികളങ്ങനെ കാണിക്കും അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളോ അങ്ങനെയല്ലേ,
എനിക്ക് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആവുന്നത്. ഇവർ ഓരോ കാര്യങ്ങളിലും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ചില നേരത്ത് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിപ്പാറ കാലും പൊക്കി പിടിച്ച് അവനെ ഇങ്ങോട്ട് അമ്മക്കും, അവനിങ്ങനെ വട്ടം പിടിക്കും, അവളുടെ കെട്ടുന്നവിടം വരെ അവൾ പിടിക്കും. എന്നിട്ട് രണ്ടും കൂടെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കട്ടിലെ കിടന്ന് മറിയും. പക്ഷെ അവൻ എന്ത് ചെയ്താലും, അവൻ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് നൊന്താലും അവൾക്ക് അമ്മ എന്നും മിണ്ടത്തില്ല. നമ്മുടെ കൈ അറിയാതെ ഒന്ന് മുട്ടിപ്പോയി അയ്യോ പോട്ടെ എന്ന് നമ്മൾ വെച്ച് പോകും. കാരണം നമ്മുടെ കുഞ്ഞാണ്, നമ്മളിങ്ങനെ വെച്ച് പോയിട്ടുണ്ടോ. നമ്മുടെ ചില റീൽസിൽ ട്രെൻഡായിരുന്നില്ലേ, ഇങ്ങനെ കഥകെ വന്നിട്ട് നമ്മൾ മുട്ടിയിട്ട് പിള്ളേർക്ക് തിരുമ്മി കൊടുക്കുമ്പോൾ അവർ കാര്യം സത്യ കൈസ് ഫുൾ ഉഡായി പണി. പിള്ളേരൊക്കെ കംപ്ലീറ്റ് പഠിച്ചിട്ടാണ് എനിക്കൊന്ന് വയറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അങ്ങനെ മുട്ടിയ പിള്ളേർ വരത്തില്ല. അതുപോലെ നമ്മൾ പോട്ടെ എന്ന് പറയുമ്പോൾ അവളും കയറി ഈവൻ എന്ത് ഉപദ്രവിച്ചാലും ഉപദ്രവിക്കുന്നല്ല, അവന് ഇഷ്ടം കൂടെ ഇങ്ങനെ പിടിച്ച് ഞെക്കി പിടിക്കും. അറിയാത്തൊന്നുമില്ല, ഭയങ്കര കാര്യമാണ് കേട്ടോ രണ്ടുപേർക്കും. അത് ഏട്ടൻ അവൻ വേണം, എന്നെ അല്ലെങ്കിൽ അവനെ കണ്ടിരിക്കണം അവൾക്ക്, അല്ലെങ്കിൽ അവൾ ഭയങ്കര കരയും, ഒട്ടും ഓക്കെ അല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടിലിപ്പം. പിന്നെ കുശുമ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അങ്ങനെയൊന്നും ഇല്ല. ചങ്കുട്ടിക്കും അങ്ങനെ ഒരു പ്രോബ്ലവും ഇല്ല. അവൻ ഒരുപാട് ഒതുങ്ങി, അവൻ വലിയ കുട്ടിയായെന്നുള്ള ഒരു ഭാവത്തിലേക്ക് അവൻ എത്തി. അപ്പോൾ അത് തന്നെ നമുക്ക് വലിയ കാര്യം. അവൻ്റെ കാര്യങ്ങൾ പലതും ഒറ്റയ്ക്ക് കഴിക്കാൻ തുടങ്ങി. സ്കൂളിൽ പോകുമ്പോൾ ഒറ്റയ്ക്കല്ല കഴിക്കുക. പിന്നെ കുറച്ചൊക്കെ നേരത്ത് കൊഞ്ചൽ കയറും, അപ്പോൾ നമ്മളൊക്കെ വാരി കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആളുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ചും കൂടെ സാധിച്ചു കിട്ടുന്നുണ്ട്. കാരണം കുഞ്ഞിപ്പാറുവിൻ്റെ കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും അവന് നാളെ ഫീൽ ആയാലോ എന്നുള്ള ഒരു പേടി നമുക്ക് വരുന്നതുകൊണ്ട് അപ്പോൾ പറയുന്ന കാര്യങ്ങൾ സ്പോട്ട് ചെയ്യാൻ സാധിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയാണെങ്കിലും ഇപ്പോഴും അവൻ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ എന്തോ അവർക്ക്. ചില എനിക്ക് കുഞ്ഞിപ്പാറിനെ കാണുമ്പോൾ ഞാൻ നോക്കിയിരിക്കുന്നത് സങ്കടം വരും കേട്ടോ. കാരണം എല്ലാവരും പറഞ്ഞാൽ അങ്ങനെ സെക്കൻഡ് ബേബി വരാം, ഫസ്റ്റ് ബേബിയോട് ഇഷ്ടം ഞങ്ങളിവിടെ നേരെ തിരിച്ചാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവർക്കൊന്നും ഇഷ്ടക്കേടില്ല കേട്ടോ. എല്ലാവരും എടുത്തോണ്ട് കുഞ്ഞിനെ കൊണ്ട് നടക്കുക രണ്ടുപേരും കേട്ടോ, അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇതിപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശങ്കരൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടേ അവർ പിന്നെ രണ്ടാമത് തൊട്ട് ചെയ്തോളൂ. എൻ്റെ അച്ഛനാണെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ അച്ഛയ്ക്ക് ബനിയനോ കാര്യങ്ങളൊക്കെ അച്ഛൻ ഇങ്ങനെ നമ്മൾ ഇന്നർ ബനിയനില്ല, അപ്പോൾ അതൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ശങ്കരന് 4 നിക്കറുണ്ടാവും. നിക്കറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലത്തേക്ക് ഒരു ബർമൂഡ, ഏത് ബർമൂഡയിൽ ശങ്കരനുണ്ടാവും. ഞാൻ ചോദിച്ചു അച്ഛാ ഇവർ മാത്രമേ, ഇവന് ഉടുപ്പിൻ്റെ മേളമാണ്. അവരുടെ കല്യാൺ സിൽക്സ് എന്ത് ഓഫർ വന്നാലും നമ്മൾ അറിയും, കാരണം അമ്മയോട് നിന്നാൽ നമുക്കറിയാം. അപ്പം നമ്മൾ ഓടിച്ചത് എടുക്കും. അപ്പോൾ ശങ്കരനാണ് എടുക്കുന്ന മൊത്തം. അപ്പോൾ ലാസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഒരു കെട്ട് സാധനങ്ങൾ എടുത്തോണ്ടാണ് ഓഫറിന് വന്നത്. അപ്പോൾ കുഞ്ഞിപ്പാറിനാണ് സത്യം ഉടുപ്പില്ലാത്തത്. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ശങ്കരൻ എടുക്കുന്നത് അവളും ഇടാറുണ്ട്. തണുപ്പ് വരുമ്പോൾ അതാണ് ഞാൻ ഇട്ട് കൊടുക്കുക. അവളുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി കൂടെ നൈസായിരിക്കും. അവൻ്റെ എന്ന് പറയുമ്പോൾ കുറച്ച് വലുതാകുമ്പോഴത്തേക്ക് പുള്ളിക്കാരി ഇങ്ങനെ പൊതിഞ്ഞ് കിടക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. അപ്പോൾ ആർക്കും അങ്ങനത്തെ ചിന്തയൊന്നും വേണ്ട. നമുക്ക് 2 പേരും നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ഒരു പൊട്ടിക്ക് സ്നേഹം ചങ്ങനോട് കൂടുതലുണ്ടെങ്കിലുള്ള എല്ലാവർക്കും. പക്ഷേ അവരെല്ലാം 2 പേരും സൂപ്പറാണ് കേട്ടോ. 2 പേരും 2 പേരുടെ മാത്രം ക്യാരക്ടറാണ്. ഒരാളെ പോലെയാണ് ഒരാളെന്ന് പറയാനേ പറ്റത്തില്ല. 2 പേരും 2 വഴിക്കുള്ള സ്വഭാവക്കാരാണ്. ഇപ്പം അറിയില്ല വലുതാകുമ്പോൾ അടി വെക്കോ തൊടി വെക്കോ എന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും അവരുടെ ഓരോ വളർച്ചയും ചങ്കുട്ടിയുടെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിപ്പാറുവിന് അങ്ങനെ ഇടാൻ പറ്റിയ ഒരു ആളല്ലത്. അങ്ങനെ ഇരുന്ന് തരത്തില്ല. അവൾക്ക് ഫുൾ ടൈം എൻ്റെ എളി കയറിയിരുന്ന അത്രയും സുഖമെന്ന് പറഞ്ഞാൽ അവളിരിക്കുന്നത്. ഈ ഒരു വോക്കർ മേടിക്കണം കഴിച്ചാലും ഒന്നും നടക്കത്തില്ല. എനിക്കൊന്ന് തിരിഞ്ഞ് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ പോയി ഇങ്ങനെ വെക്കുമ്പോൾ അവളെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കണം. അവൾ പെട്ടക്കൊന്നും പറഞ്ഞ് വീണെന്തോ ഈ അങ്ങനെ അത്രയ്ക്ക് എരിപിരിയുള്ളൊരു കുഞ്ഞാണത്. എൻ്റെ കൊച്ചിനെ പറ്റി തന്നെ ഞാനിത് പറയുക. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയ്ക്കുള്ളൂ നമ്മുടെ വീഡിയോ. ഇപ്പം തന്നെ 20 മിനിറ്റോളായി. അപ്പോൾ ഇത് മൊത്തം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എനിവേസ് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ ഇത്ര ഉള്ളതാണ് വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. കൂടുതൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഞാൻ നേരെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ലിങ്ക് ഇടും. അപ്പോൾ അവരും അത് കണ്ടോളുമല്ലോ. അപ്പോൾ ഒരു വട്ടിക്ക് 2 പക്ഷേ 3 പക്ഷേ ഫേസ്ബുക്കിനെ മറന്നുപോയി. അപ്പോൾ അതിനകത്ത് നമുക്ക് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വീഡിയോ. ആക്റ്റീവായിട്ട് ഇനി ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് പഠിക്കാം. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് പഠിക്കാം. വൈൻഡ് പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണെന്നാണ് ഞാൻ പറഞ്ഞതോളൂ. കുറേ നാളായി ഗൈസ് പറഞ്ഞിട്ട് ശ്വാസം ഇങ്ങനെ പിടിച്ച് വെച്ച് പറഞ്ഞിട്ട് കുറേ നാളായി. അതുകൊണ്ട് വേണ്ടി ഒരാക്രമണത്തിന് പറഞ്ഞു പോയതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുടെ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.